ലോകത്തേക്ക്. കൊച്ചിക്കിനി പുഷ്പകാലം. ജനുവരി 1 വരെ നീളുന്ന ഫ്ലവർ ഷോ തുടങ്ങി. വേറെ എവിടെയുമല്ല, നമ്മുടെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ. ഫ്ലവർ ഷോ ഒരുക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ സംഘാടകർ ഒരേ ശബ്ദത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കിവിടെ വന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്രയും വലിയൊരു ഫ്ലവർ ഷോ ആണ് ഇവിടെ ഒരുക്കുന്നത്. ഒരു 54,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഫ്ലവർ ഷോ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അത്രയും അധികം വിസ്മയിപ്പിക്കുന്ന ഫ്ലവറുകളാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ അടുക്കളയിൽ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് പച്ചമുളക്. ഈ പച്ചമുളക് ഇല്ലെങ്കിൽ നമ്മുടെ കറികൾക്ക് ഒരു പൂർണ്ണത ഇല്ലെന്ന് തന്നെ പറയാം. എന്നാൽ അത് കടിച്ചാലോ അതിൻ്റെ എരിവിൻ്റെ കാര്യം ഒട്ടും പറയേ വേണ്ട. എന്നാൽ ഈ പച്ചമുളക് എരിവിന് മാത്രമല്ല ഉപയോഗിക്കുന്നത്, പല വെറൈറ്റി കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന പച്ചമുളക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന പച്ചമുളക് മയിൽ. ഇത് 37,850 പച്ചമുളക് ഉപയോഗിച്ചിട്ടാണ് ഈ മയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയപ്പോൾ ഇപ്പോൾ വീട്ടിൽ പിള്ളേരൊക്കെ വെറുതെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു 4 മണി ഒരു 5 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലവർ ഷോയിൽ വന്നു കഴിഞ്ഞാൽ നല്ല വിചിത്രമായിട്ടുള്ള ഫ്ലവേഴ്സും ചെടികളൊക്കെ കാണാൻ പറ്റും. അത് നമ്മുടെ കണ്ണിന് തന്നെ ഒരു കുളിർമ തോന്നിക്കുന്നതാണ്. എനിക്ക് ഇതൊരു 9:30 വരെയാണ് ഈ ഫ്ലവർ ഷോ ഇവിടെ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു 4 മണി ഒരു 5 മണി സമയത്തൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളി ഫ്ലവേഴ്സൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ്. പക്ഷേ പ്ലാസ്റ്റിക് അല്ല, ഇതൊക്കെ ശരിക്കും ഒറിജിനൽ തന്നെയാണ്. അത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും എന്താണിത് പ്ലാസ്റ്റിക് ആണെന്നൊക്കെ. പക്ഷേ ഒന്ന് തൊട്ടൊക്കെ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഒറിജിനൽ ചെടി തന്നെയാണെന്ന്. ആദ്യമായിട്ടാണോ ഈ ഫ്ലവർ ഷോ കാണാൻ വരുന്നത്? ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ അപേക്ഷിച്ച് പ്രാവശ്യത്തെ ഗംഭീരമാണ്. കഴിഞ്ഞ വർഷം ഇത്രത്തോളം വെറൈറ്റി കൂടുതലുണ്ട് പ്രാവശ്യം. ഈ വന്ന സ്റ്റോൾ നോക്കിയപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങനെ പറയാൻ പറ്റില്ല. ഓരോന്ന് കാണുമ്പോഴും ഏതാണോ ഭംഗി കൂടുതൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല. എല്ലാം ഗംഭീര സംഭവങ്ങൾ തന്നെയാണ്. നന്നായിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് വരണേ, നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല രസമുണ്ട്. എങ്ങനെയുണ്ടാവും? ആ, നല്ല ഇഷ്ടപ്പെട്ടോ? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താ?